അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബലിപെരുന്നാളിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മകളുടെ മാതാപിതാക്കൾക്ക് ഉളുഹിയത്തിന്റെ മാംസം കൊടുത്തില്ല, സംഭവിച്ചത് കണ്ടു നോക്കൂ എന്ന ടൈറ്റിൽ നമ്മുടെ വിസാൽ മീഡിയ ഫക്രുദ്ദീൻ സാർ ഇറക്കിയ ഒരു ടൈറ്റിൽ കണ്ടപ്പോഴാണ്, അതിന്റെ തമ്പനയിൽ കണ്ടപ്പോഴാണ് ആ വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നതും അങ്ങനെ ആ വീഡിയോ കാണുന്നതും. ആ വീഡിയോ കണ്ടപ്പോൾ അതിലൊരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് ഭാഗങ്ങൾ കാണാനിടയായി. അതുകൊണ്ടാണ് ഈ വിനീതൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. അറിയാലോ, കേരളത്തിലെ സുന്നി സമൂഹം ബഹുഭൂരിഭാഗം ആളുകളും ഫോളോ ചെയ്യുന്ന മദ്ഹബ് ഷാഫിഈ മദ്ഹബാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു നസ്സായി വളരെ വ്യക്തമായി ശക്തമായി പറഞ്ഞതാണ് ഉളുഹിയത്തിന്റെ മാംസം അത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കരുത് എന്ന്. എന്താണ് ഇതിനുള്ള കാരണം, കൊടുക്കരുത് എന്ന് പറയാനുള്ള കാരണമൊക്കെ എൻ്റെ ആദ്യത്തെ ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു അമുസ്ലിമീനോടുള്ള ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടൊന്നുമല്ല, അതൊരു ആരാധനയുടെ മാംസമായത് കൊണ്ടാണെന്നൊക്കെ സവിസ്തരം നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും ഫക്രുദ്ദീൻ സാറിന്റെ ആ വീഡിയോയിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, കാരണം ഇത്രയും കാലം നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ച ഒരു രീതിക്കെതിരായി ഒരു പുതിയ തരത്തിൽ ആ വീഡിയോയാണ് ഫക്രുദ്ദീൻ സാർ അവതരിപ്പിച്ചത്. അദ്ദേഹം ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ നാട്ടിലുള്ള ഖത്തീബ് ഇന്ന് പ്രധാനമായും പറഞ്ഞത് അമുസ്ലിമുകൾക്ക് ഉളുഹിയത്തിന്റെ മാംസം കൊടുത്തു പോകരുതേ തുടങ്ങുന്ന പ്രയോഗം കൊണ്ടാണ് ഫക്രുദ്ദീൻ സാർ ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. മാത്രമല്ല, അതിൽ ഉടനീളം ആ വീഡിയോ ശ്രദ്ധിക്കുന്ന ഏതൊരു ശ്രോതാവിനും മനസ്സിലാകുന്നത് അതിപ്പോ കൊടുത്തോണ്ടെന്ന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന തരത്തിൽ വളരെ നിസാരവൽക്കരിച്ചാണ് ആ വീഡിയോയിൽ പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഈ വിനീതൻ ആ വീഡിയോ റിയാക്ട് ചെയ്ത് 7-8 ലക്ഷത്തോളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്, സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ആർക്കും തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ഞാൻ ആ വീഡിയോക്ക് പ്രതികരിച്ചത്. അതല്ലാതെ അദ്ദേഹത്തിന് എനിക്ക് എന്തെങ്കിലും ശത്രുതയുള്ളത് കൊണ്ടോ എനിക്ക് വെറുപ്പുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഞാൻ അതിലുള്ള വ്യക്തമായ മസല ഇമാം ഇബ്നു ഹജർ തങ്ങളുടെയും റംലി തങ്ങളുടെയും അങ്ങനെ തുടങ്ങി ഇമാമുമാരുടെ കിതാബ് വെച്ചാണ് ഞാനതിൽ പറഞ്ഞത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, എൻ്റെ വീഡിയോ കണ്ട് അതിന് നമ്മുടെ ഫക്രുദ്ദീൻ സാറ് 2 വീഡിയോകൾ റിയാക്ട് ചെയ്തു. ഞാനത് കണ്ടപ്പോൾ വളരെയധികം ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് ചില പ്രയോഗങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു അവസ്ഥ മാറട്ടെ. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാണ്, ഞാൻ ഇന്നലെ തറവാട്ടിൽ ചെന്ന് ഉമ്മാനെ കണ്ടപ്പോൾ ഉമ്മ ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര രോഷത്തിലുമാണ്. എന്താണ് എന്നെക്കുറിച്ചിട്ട് ഒരുപാട് പേര് ഉസ്താദുമാർ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് ഈ ചെയ്തത്, എന്താണ് മറ്റുള്ള ഉസ്താദുമാരും ആളുകളൊക്കെ പലരും വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതന്നെ ഭാര്യയും പറയുന്നത്. അമ്മായിമ്മ വിളിച്ചു, ഫാദറിലോ വിളിച്ചു, അവരും ആകെ ആശങ്കയിലാണ്. കാര്യം ഞാൻ പറയാം, ഇവർ ചെയ്ത് ഈ ആരാണെങ്കിലും ഉസ്താദുമാർ ഈ വീഡിയോ ചെയ്തിട്ട് പല ആളുകളും ആവേശം കയറി ഭീഷണിപ്പെടുത്തുന്ന കോളുകൾ, അതുപോലെ വാട്സപ്പിൽ മെസ്സേജുകൾ, നീ അങ്ങനെയാണ്, മര്യാദക്ക് നിർത്തിക്കോ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നൊരു ഫിഖിഹിൻ്റെ കാര്യം പറഞ്ഞു, ഒളിഹ്യത്തിൻ്റെ വിഷയത്തിൽ ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിലൊരു ഇളവിൻ്റെ ഒരു കാര്യം ഇമാമിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഒരു ഇളവ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു. ഫിഖിഹിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, നമുക്കതിനോട് യോജിക്കാം വിയോജിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതൊരാളെ അപഹസിക്കാനുള്ള ഒരു കാരണമല്ല. അങ്ങനെ ഫിഖിഹിൻ്റെ വിഷയം ഇളവ് പറഞ്ഞതാണ് ഒരു പ്രകോപനത്തിന് കാരണം. ആ ഉസ്താദ് എന്നെക്കുറിച്ച്, ആ ഉസ്താദിന് മുൻപത്തെ വീഡിയോക്ക് യാതൊരു കാഴ്ചക്കാരും ഇല്ല, എന്നെക്കുറിച്ച് പറയുന്ന വീഡിയോക്ക് നല്ല കാഴ്ചക്കാരനാണ്. ഇവർക്ക് മനസ്സിലായി ഇതിങ്ങനെ പറയാം. നിങ്ങൾ കേട്ടില്ലേ, ഇദ്ദേഹത്തെ നമ്മൾ ആരെങ്കിലും അപഹസിച്ചോ? എന്തെങ്കിലും ഒരു മാന്യത വിട്ടിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ലല്ലോ. വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇമാമിങ്ങളുടെ ഉദ്ധരണി വെച്ച് ഇദ്ദേഹത്തെ നമ്മൾ തിരുത്തിയത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞതും വല്യുമ്മ പറഞ്ഞതും ഭാര്യയുടെ ഉമ്മ പറഞ്ഞതും ഇതൊക്കെ ഇങ്ങനെ ഒരു സെന്റിമെന്റൽ മേഖലയിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പബ്ലിക്കായി സംവദിക്കുന്ന ആളുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്ക് അതൊക്കെ വൈകാരികമായി ചിത്രീകരിച്ച് ഒരു സെന്റിമെന്റൽ മേഖലയിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത് അതൊട്ടും ഈ പബ്ലിക് സ്പീക്കേഴ്സിനൊക്കെ, ഇത്തരം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കൊന്നും അഭികാമ്യമല്ല എന്ന് ഒരു ചെറിയ നിർദ്ദേശം നിങ്ങളോട് പറയാനുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് പല ആളുകളും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇത് ഇന്ത്യ രാജ്യമല്ലേ സുഹൃത്തെ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിന്റെ വഴിക്ക് പോയിക്കൂടെ? അപ്പോൾ ശ്രോതാക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും നിങ്ങളാ പറഞ്ഞ വാദം, നിങ്ങളാ പറഞ്ഞ വീഡിയോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല.
അവർക്കത് ദഹിച്ചിട്ടില്ല എന്നാണല്ലോ നിങ്ങളുടെ വാക്കിൽ നിന്ന് പോലും മനസ്സിലാകുന്നത്. കാരണം പല ആളുകളും വിളിച്ചു, മെസ്സേജ് അയച്ചു എന്നാ പറഞ്ഞത്. കാരണം അത് അങ്ങനെ ആയിരുന്നു. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്ന് കേട്ടു നോക്കി നോക്കൂ. നിങ്ങൾ ആ പറഞ്ഞ വീഡിയോ ആദ്യം മുതൽ അവസാനം പറഞ്ഞാൽ അവസാനം വരെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകുന്നത് ഇത്രയും കാലം പറഞ്ഞു വന്ന ആ ഷാഫി ഇമാം അസന്നിഗ്ധമായി പറഞ്ഞ ആ വാക്കിനെ, ആ നിലപാടിനെ ഒന്നുമല്ലാതാക്കി ചിത്രീകരിച്ച് അതിനൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രയോഗവും ശരീരഭാഷയുമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അതല്ലാതെ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ നിങ്ങൾ കേവലം ഒരു ഇളവങ്ങ് പറഞ്ഞു പോയതല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആ ഇളവിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, തൽക്കാലം ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് അത് ശരിയായ ഒരു റൂട്ടായില്ല എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞു ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നാര സുഹൃത്തെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാൻ നിങ്ങളൊക്കെ പോലെ ദിവസവും 3-4 കണ്ടന്റ് വെച്ച് വീഡിയോ ഇടുന്ന ആളല്ല, എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്ന ആളാണ്. മാത്രമല്ല എൻ്റെ വീഡിയോയിൽ കൂടുതലും വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന, അവർ സമുദായത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് ഞാൻ അധികവും റിയാക്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. പിന്നെ നിങ്ങളെ വീഡിയോ ഞാൻ എടുത്തത് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ തമ്പനയിൽ കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാനത് കാണുകയും അങ്ങനെ നിങ്ങൾ നടത്തിയ ആ തെറ്റിദ്ധാരണ കണ്ടപ്പോൾ ഇത് തിരുത്തണമല്ലോ എന്ന സതുദ്ദേശത്തോടു കൂടിയുമാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തത്. പക്ഷെ നിങ്ങൾ അപ്പോഴേക്കും എഴുതാപ്പുറം വായിച്ചു, ഒരുപാട് ആളുകൾ അത് കണ്ടു. ശരിയാണ്, 1,68,000-ലധികം ആളുകൾ അത് കണ്ടു. നിങ്ങൾ ചെയ്ത ആ വീഡിയോക്ക് കണ്ടതിൻ്റെ 5-6 ഇരട്ടി അധികം ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ കാഴ്ചക്കാരും അതിലെ കമന്റുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഫക്രുദ്ദീൻ സാർ ആ ചെയ്ത വീഡിയോയോട് ആളുകൾക്ക് അമർഷമുണ്ടായിട്ടുണ്ട്, ആളുകൾക്ക് അത് ഇഷ്ടമായിട്ടില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അത് വളരെ മാന്യമായ രൂപത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നുപോയതാണ് എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോയിൽ തിരുത്തുകയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ തിരുത്തിയാൽ അതൊരിക്കലും നമുക്കൊരു മോശമല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം നമ്മളിൽ വന്നാൽ അത് തിരുത്തുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. അങ്ങനെ തിരുത്തിയാൽ നമ്മുടെ പെരുമ കൂടുകയുള്ളൂ. അതല്ലാതെ ഞാൻ തിരുത്തി എന്ന് കരുതി ഞാൻ മോശക്കാരനാകുകയല്ല ചെയ്യുക. അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളൊരു കാര്യം, ഒരു അബദ്ധം പറ്റി തിരുത്തി സമൂഹത്തോട് പറഞ്ഞാൽ നമ്മുടെ അംഗീകാരം കൂടുകയാണ് ചെയ്യുക. പക്ഷേ നിങ്ങളിവിടെ കാണിച്ചത് വീണ്ടും മുതൽ ന്യായീകരിച്ച് എന്നെ ഒരു കുറ്റക്കാരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ സെന്റിമെന്റൽ മേഖലയിലേക്കൊന്നും പോകുന്നില്ല. ഇനിയും അദ്ദേഹം പറയുന്നുണ്ട്, ബാക്കി കേട്ടു നോക്കാം. എനിക്കതിൽ വളരെ വിഷമം തോന്നിയത്, ഇത് കാണുമ്പോൾ വ്യസനിക്കുന്ന പ്രായമായ ഉമ്മയും ഭാര്യയുടെയൊക്കെ ബന്ധുക്കളും ആളുകളൊക്കെ ഉണ്ട്, അവരുടെ ഉമ്മയുപ്പൊക്കെ ഉണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കൊരാളെ വീഡിയോ റിയാക്ട് ചെയ്യാനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മതവേഷം ധരിച്ചുള്ള ആളുകൾ ദയവ് ഇത് ചെയ്യാതിരിക്കൽ അഭികാമ്യം. കാരണം അവരാളുകൾ കാണുമ്പോൾ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അവർ പറയുന്നതാണ് വളരെ ശരി, അവർ എന്തു പറഞ്ഞാലും ശരികളാണ് എന്ന് കരുതുന്ന വളരെ വളരെ വലിയൊരു വിഭാഗം സാധാരണക്കാരായ ആളുകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടില്ല. എന്താണ് നമ്മൾ ഇതിന് മറുപടി പറയേണ്ടത്? ഇദ്ദേഹം ഒരു മതപരമായ കാര്യത്തിൽ ഇടപെട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. അപ്പോ ആ വീഡിയോക്ക് നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് മതപണ്ഡിതന്മാരൊന്നും ഇങ്ങനെ ചെയ്യരുത് എന്ന്. ഇതിന് വിചിത്രം എന്ന് പറയാൻ പറ്റില്ല, അതിവിചിത്രമായ വാദം. ഞാൻ എന്തും പറയും, നിങ്ങളാരും മിണ്ടിപ്പോകരുത് എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടാൽ, മതം പഠിച്ചവർ കണ്ടാൽ അത് തിരുത്തുക സ്വാഭാവികമാണ്. അത് തിരുത്താൻ പാടില്ല. അത് എൻ്റെ ഉമ്മാക്ക് സങ്കടമായി, എൻ്റെ ഭാര്യക്ക് സങ്കടമായി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ നഴ്സറി കുട്ടികൾ അവൻ എന്നെ പിച്ചി ഇവൻ എന്നെ നുള്ളി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്കായി പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. അതും പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ, ഫക്രുദ്ദീൻ സാർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിംഗ് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കൗൺസിലിംഗ് PG ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലത്ത ഒരു മോട്ടിവേഷൻ സ്പീക്കറും ഒരു പബ്ലിക് സ്പീക്കറും ഇങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും കൗൺസിലിംഗ് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മ കരഞ്ഞു, അതല്ലെങ്കിൽ എൻ്റെ ഉമ്മക്ക് വിഷമായി, എൻ്റെ ഭാര്യയ്ക്ക് വിഷമായി, അതുകൊണ്ട് നിങ്ങളതൊന്നും ചെയ്യരുത്, പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരൊന്നും റിയാക്ട് ചെയ്ത് ഇങ്ങനെ വരരുത് എന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ എന്താ മറുപടി പറയാ? ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധ്യല്ലേ നമുക്ക് വേണ്ടത്? പറയാനുള്ളത്, ഞങ്ങൾ പ്രതികരിക്കാതിരിക്കാം, എന്ത് ചെയ്താൽ മതി? ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന വിഷയം സാറ് പറയാതിരുന്നാൽ മതി. ഇല്ലേ, അങ്ങനെ പറയുമ്പോഴല്ലേ പ്രതികരണം വരുള്ളൂ. ആ പ്രതികരണം വരാതിരിക്കാൻ സാറ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. സാറ് ഇടപെട്ട് തെറ്റിദ്ധാരണ വരുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ
അത് ഈ സമൂഹത്തിൽ കാണുന്ന മതപണ്ഡിതന്മാർ അത് തിരുത്തും. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് വളരെ വിനയത്തോടെ, ദേഷ്യമൊന്നുമില്ലാതെ, വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും പറയട്ടെ, നമ്മളോടുള്ള ഒരു പേഴ്സണൽ വിയോജിപ്പാണ്, അല്ലെങ്കിൽ ഒരു തരം അസൂയയാണ്, അല്ലെങ്കിൽ ഒരു വെറുപ്പാണ്, ഒരു പകയാണ്. അത് സ്വാഭാവികമായിട്ടും ഈ രംഗത്തൊക്കെ ഉണ്ടാവുന്ന ഒന്നാണ്. പക്ഷേ മതപണ്ഡിതന്മാരെന്ന് അറിയുന്ന ആളുകൾ, മതവേഷം ധരിച്ച ആളുകൾ ദയവ് ചെയ്തിട്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന അഭികാമ്യമാണോ എന്നുള്ളത് ഒന്ന് പുനഃപരിശോധനയ്ക്ക് നന്നായിരിക്കും. കാരണം ഞാൻ ഇദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഇദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബർ അല്ല ഞാൻ, ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ. ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഇത് അസൂയയാണ്, വൈരാഗ്യമാണ്, പകയാണ് എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഫക്രുദ്ദീൻ സാറേ, എന്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങൾ അസൂയപ്പെടുന്നത്? എനിക്ക് നിങ്ങളെ സ്ഥാനം കിട്ടണമെന്നോ? അതല്ലെങ്കിൽ എന്തിന്റെ പേരാണ് വൈരാഗ്യം? നമ്മൾ തമ്മിൽ മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാകാൻ? നമ്മൾ തമ്മിൽ എന്തിനാണ് പകയുടെ ആവശ്യം? എന്തിനാണ് ശത്രുതയുടെ ആവശ്യം? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ സൈക്കോളജി അല്ലേ, അല്ലെങ്കിൽ വലിയ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആളല്ലേ. നിങ്ങൾ ആരെങ്കിലും തിരുത്തുമ്പോ, എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ വരുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സിലിങ്ങനെ കിടന്നിട്ട് പുഴുകിയിട്ട് അതിങ്ങനെ വൈകാരികമായി പ്രതികരിക്കാന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ മോശമല്ലേ. സാധാരണ ഒരാൾ ചെയ്ത ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് കൗൺസിലിംഗ് ഒക്കെ, PG കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന നിങ്ങൾ ഇങ്ങനെ വൈകാരികമായൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് നിങ്ങളൊരു പകയുമില്ല, ദേഷ്യവുമില്ല, വൈരാഗ്യമില്ല, അസൂയ ഒന്നുമില്ല. അതിന്റെ കാര്യമില്ലല്ലോ. ഞാൻ നടത്തിയത് ഒന്നുമല്ല. നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റൽ മാത്രമാണ്. എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച ഏതൊരാൾക്കും ഞാനതിൽ വളരെ മാന്യമായിട്ട് തന്നെയാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവസാനമായിട്ട് ഫക്രുദ്ദീൻ സാറിനോട് ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ ശത്രുവോ, നിങ്ങളോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളോ, പകയുള്ള ആളോ, അസൂയുള്ള ആളോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ വീഡിയോ റീച്ച് കിട്ടാനാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ വളർത്താനാണ് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇത് ആദ്യത്തെ വീഡിയോ ആണ്, നിങ്ങളെ കുറിച്ച് ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ്. കുറെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് റീച്ച് കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അപ്പോ ഫക്രുദ്ദീൻ സാറിനെ കുറിച്ച് തന്നെ വീണ്ടും ചെയ്യാം എന്നായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇത് അതൊന്നും അല്ല, ആദ്യ വീഡിയോ ആണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ പിന്നെ എനിക്ക് റീച്ച് കിട്ടാനാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ചെറുതായി പോവുകയാണ് ഇത് കേട്ട ശ്രോതാക്കളുടെ മുമ്പിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ആ തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഉമ്മയോടും വല്യമ്മയോടും അതുപോലെ ആരൊക്കെയാണോ സങ്കടപ്പെടുന്നത് അവരോടൊക്കെ പറയണം, നമ്മൾ തമ്മിലൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പ്രതികരിച്ചു എന്ന് മാത്രമാണ്. ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. ഇനി നിങ്ങൾ ഷാഫിഈ മദ്ഹബിലെ ശറഹുൽ മുഹദ്ദബിൽ ഒരു ഇബാറത്ത് നിങ്ങൾ വായിച്ചു, വേറൊരു വീഡിയോയിൽ എനിക്ക് റിയാക്ട് ചെയ്തപ്പോൾ നജീബ് ഉസ്താദിന്റെ ഒരു വീഡിയോയും കൊടുക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ചുള്ള മറുപടി അടുത്ത വീഡിയോയിൽ വരും. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.